CPM-നെ സഭയിലിട്ട് വലിച്ചു കീറിയിരിക്കുകയാണ് ഫാത്തിമ തഹ്ലിയ. കൊടുങ്കാറ്റിന് മുൻപുണ്ടായ ശാന്തത അതായിരുന്നു കടമ്മനിട്ടയുടെ കവിത ചൊല്ലിക്കൊണ്ട് ഫാത്തിമ തഹ്ലിയ എന്ന പെൺപുലി സഭയിൽ തുടങ്ങിയ പ്രസംഗം. CPM MLA-മാരുടെ ഉച്ചയുറക്കത്തിലേക്ക് ആഴ്ന്നിറങ്ങിയ തീ തുപ്പുന്ന വാക്കുകളായിരുന്നു ഫാത്തിമ അവിടെ കാഴ്ചവെച്ചത്. ചുരുക്കി പറഞ്ഞാൽ പിണറായി വിജയനെ സഭയിൽ വലിച്ചു കീറി എന്ന് തന്നെ പറയണം. വർഗീയ കാർഡിറക്കി CPM തോൽപ്പിക്കാൻ ശ്രമിച്ച മണ്ഡലത്തിൽ നിന്നും അവരുടെ അടിവേര് അറുത്തുകൊണ്ടാണ് ഫാത്തിമ ജയിച്ചു കയറിയത്. അതിന് ദേഷ്യം മനസ്സിൽ അമർത്തിപ്പിടിച്ച് കിട്ടിയ അവസരത്തിൽ CPM-നെ നന്നായി തന്നെ ഫാത്തിമ കുടഞ്ഞു. ഏത് തരംഗത്തിലും ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന 55 മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട് എന്നായിരുന്നു CPM അവിടെ അഭിപ്രായപ്പെട്ടത്. എന്നാൽ അത്തരമൊരു കോട്ടയിൽ നിന്നുമാണ് താൻ ജയിച്ചു വന്നതെന്നും MLA ആയതെന്നും ചൂണ്ടിക്കാണിച്ചപ്പോൾ ഉത്തരമില്ലാതെ വെള്ളം കുടിക്കുകയായിരുന്നു പലത് ഇടതുകൊമ്പന്മാരും. ഏത് കോട്ടക്കുത്തളങ്ങളും നിലംപൊത്തുമെന്നും ഏത് പീരങ്കിയും തുരുമ്പിക്കുമെന്ന ആപ്തവാക്യത്തിന് ചേർന്ന് നിൽക്കുന്നതാണ് തന്റെ വിജയം എന്നായിരുന്നു ഫാത്തിമ തഹ്ലിയ ചൂണ്ടിക്കാണിച്ചത്. ഇടതുപക്ഷത്തെ പല വീരവാദങ്ങളും പൊളിച്ചടക്കുന്നുണ്ട് പേരാമ്പ്ര MLA. LDF കോട്ടകൾ ഇന്ന് തുരുമ്പെടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ ഫാത്തിമ തന്റെ ചരിത്ര നേട്ടം കൂടി എണ്ണി പറയുന്നുണ്ട്. 48 വർഷത്തിന് ശേഷമാണ് പേരാമ്പ്രയിൽ നിന്നും UDF-ന് ഒരു MLA ഉണ്ടാകുന്നത്. മുസ്ലിം ലീഗിന്റെ കേരളത്തിലെ ആദ്യത്തെ MLA ആകുവാൻ സാധിച്ചതിൽ അഭിമാനമുണ്ട് എന്ന് പറഞ്ഞ ഫാത്തിമ അതിൽ പേരാമ്പ്രക്കാർക്ക് നന്ദിയും അറിയിക്കുന്നുണ്ട്. നിതിൻ ഗഡ്കരി പെട്രോളിൽ എഥനോൾ കലർത്തിയതുപോലെയാണ് CPM കമ്മ്യൂണിസത്തിൽ വർഗീയത കലർത്തുന്നതെന്ന പരാമർശം ഫാത്തിമ നടത്തിയപ്പോൾ പൊട്ടിച്ചിരിയാണ് സഭയിലുണ്ടായത്. സെൽഫി എടുക്കാൻ വന്നവരെ ആട്ടി ഓടിച്ച മുഖ്യമന്ത്രിയെ പ്രതിപക്ഷത്തേക്കിരുത്തി ചിരിക്കാൻ കഴിയുന്ന മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്ത കേരളത്തിലെ ജനങ്ങൾക്ക് നന്ദി കൂടി ഫാത്തിമ ഇവിടെ അറിയിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ച ബജറ്റിൽ പേരാമ്പ്രയെ ചേർത്ത് പിടിച്ചതിലുള്ള നന്ദി കൂടി ഫാത്തിമ അറിയിച്ചിരുന്നു. ഒരു വാക്കുകൊണ്ട് പോലും ഫാത്തിമ തഹ്ലിയെ തടയാൻ സാധിക്കാതെ CPM തലകുനിച്ച് വാ മൂടിയിരിക്കുന്നതാണ് സഭയിൽ നിന്ന് കണ്ടത്. ആ ദൃശ്യങ്ങൾ ചേർക്കുന്നു, കാണാം. ഫാത്തിമ തഹ്ലിയ 7 മിനിറ്റ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിച്ച 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിനെ ഞാൻ അനുകൂലിക്കുകയാണ് സർ. എല്ലാ കോട്ടക്കൊത്തളങ്ങളും പുരാവസ്തുകാവും, എല്ലാ പീരങ്കികളും നിശബ്ദമായി തുരുമ്പിക്കും, എല്ലാ സുൽത്താൻമാരും വെളിച്ചം കടക്കാത്ത ഗുഹയിലൂടെ ഒളിച്ചോടും. ഉറക്കച്ചടവില്ലാത്ത എൻ്റെ കുട്ടികൾ ഇവയെല്ലാം കൗതുകപൂർവ്വം നോക്കിക്കാണും. കവി കടമ്മനിട്ടയുടെ വരികളാണ് സർ. സർ, ഏതു തരംഗം വന്നാലും ഇടതുപക്ഷം തോൽക്കാത്ത 55-ലധികം നിയമസഭാ മണ്ഡലങ്ങൾ 2008-ലെ ഡീലിമിറ്റേഷനു ശേഷം ഉണ്ടായി എന്ന വീരവാദം ഇടതുപക്ഷത്തു നിന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നാം കേട്ടിരുന്നു. LDF-ന് ഭരണം ലഭിക്കാൻ 55 കോട്ടകളോടൊപ്പം കേവലം 16 സീറ്റുകൾ മാത്രം ജയിച്ചാൽ മതി എന്നായിരുന്നു അവരുടെ അഭിപ്രായം. എന്നാൽ ഇന്ന് LDF-ന്റെ എല്ലാ കോട്ടകൊത്തളങ്ങളും പുരാവസ്തു ആയിരിക്കുകയാണ് സർ. കോട്ടകൾ നെടുകെ പിളർന്നു, അതിനുള്ളിലേക്ക് വികസനത്തിന്റെ വായുവും വെളിച്ചവും എത്തി. തകർന്ന് തരിപ്പണമായ അത്തരമൊരു കോട്ടയിൽ നിന്നാണ് സർ ഞാൻ ഈ നിയമസഭയിലെത്തിയത്. സർ, 49 വർഷത്തിന് ശേഷമാണ് പേരാമ്പ്രയിൽ ഒരു UDF-ന്റെ MLA ഉണ്ടാവുന്നത്. മാത്രമല്ല, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും പേരാമ്പ്രയുടെയും ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ MLA ആവാനുള്ള ഭാഗ്യവും എനിക്ക് ലഭിച്ചു. ഞാൻ എൻ്റെ സ്വന്തം പേരാമ്പ്രക്കാരോടും എൻ്റെ സമുന്നതരായിട്ടുള്ള നേതാക്കൾ, ബഹുമാന്യനായിട്ടുള്ള പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാന്യനായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി സാഹിബ്, പ്രിയപ്പെട്ട മുനീർ സാഹിബ് ഉൾപ്പെടെയുള്ള നേതാക്കളോടും എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലേക്ക് UDF നേതാക്കൾ സ്ഥാനാർത്ഥിയായി എന്നെ പറഞ്ഞയച്ചപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സമുന്നതരായിട്ടുള്ള നേതാക്കൾ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് ഒരു കുട്ടിക്കളിയല്ല എന്നുള്ളതായിരുന്നു. എതിരാളികളെ കുട്ടിയായി ചിത്രീകരിച്ച് പുച്ഛിച്ചും പരിഹസിച്ചും ധാർഷ്ട്യം കാട്ടുന്ന CPM പതിവ് ശൈലി തന്നെയാണ് സർ പേരാമ്പ്രയിലും കണ്ടത്. ഈ പ്രയോഗം അവിടെയും നിന്നില്ല. കൗമിലെ കുട്ടി എന്ന വർഗീയ അനൗൺസ്മെന്റുമായി അവർ വീണ്ടും ഇറങ്ങി. ഒരു കാര്യം പറയാതെ നിവൃത്തിയില്ല സർ. നിതിൻ ഗഡ്കരി പെട്രോളിൽ എത്തനോൾ എങ്ങനെയാണോ കലർത്തുന്നത്, അതുപോലെയാണ് ഇന്ന് CPM കമ്മ്യൂണിസത്തിൽ വർഗീയത പകർത്തുന്നത്. ഉത്തരേന്ത്യയിൽ BJP എടുക്കുന്ന അപകടകരമായിട്ടുള്ള വർഗീയ പ്രചരണം അവർ കാഫിർ സ്ക്രീൻഷോട്ടിലൂടെ വടകരയിലും കൗമിലെ കുട്ടി എന്ന അനൗൺസ്മെന്റിലൂടെ പേരാമ്പ്രയിലും പുറത്തെടുത്തു.
നിനക്കൊന്നും അറിയില്ല, നീ കുട്ടിയാണ് എന്നുള്ള ഒരു സിനിമ, നാട്ടുരാജാവ് സിനിമയിലെ മോഹൻലാലിന്റെ കഥാപാത്രമുണ്ട്. ആ കഥാപാത്രത്തിന് തുല്യമായി ഫ്യൂഡൽ മാടമ്പികളോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കാൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ വ്യക്തതയുള്ളവരാണ് സർ എൻ്റെ പേരാമ്പ്രയിലുള്ള ഇടതുപക്ഷക്കാർ എന്നുള്ളത് കൂടി ഞാൻ അറിയിക്കുകയാണ്. വർഗീയപരമായി ആക്ഷേപിക്കാൻ തുടങ്ങിയപ്പോൾ എന്നെ ചേർത്ത് പിടിച്ച ഒരുപാട് ആളുകളുണ്ട്. അവിടുത്തെ അമ്മമാരുണ്ട്, സഹോദരങ്ങളുണ്ട്, ഇനിയും ഗതാഗത സൗകര്യം പോലും എത്തിയിട്ടില്ലാത്ത വീടുകളിൽ താമസിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. വർഗീയത തള്ളിക്കളഞ്ഞ പേരാമ്പ്രയിലെ നല്ലവരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. അവരുടെ എല്ലാം പ്രതിനിധിയാവാൻ എനിക്ക് ഈ സർക്കാരിനോടൊപ്പം നിൽക്കണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. സർ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ബജറ്റ് ഒരു വൈകാരികമായിട്ടുള്ള ഡോക്യുമെൻ്റാണ്. 1987 പേരാമ്പ്രയിൽ UDFന്റെ നേതൃത്വത്തിൽ ഒരു പിക്കറ്റിംഗ് നടന്നതിൻ്റെ ഒരു വാർത്തയാണിത്. ഇത് മലയാള മനോരമ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചതാണ്. അതേപോലെ 2000 മെയ് 21 മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒരു ഹൈവേ മാർച്ചാണിത്. ഇതിലും ആവശ്യം പറയുന്നത് ഞങ്ങൾക്ക് ഒരു താലൂക്ക് വേണം എന്നുള്ളതാണ്. അന്ന് ആ പിക്കറ്റിൽ പങ്കെടുത്ത് സംസാരിച്ചിരുന്ന ഒരുപാട് മനുഷ്യർ ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തി, എൻ്റെ തെരഞ്ഞെടുപ്പിനെ നയിച്ചിട്ടുള്ള ശ്രീ ബാലനാരായണൻ, അവര് ഈ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് വിജയം അറിഞ്ഞതിന് ശേഷം മരണപ്പെട്ടു. അവർക്കെല്ലാം ഈ ബജറ്റിൽ ബഹുമാനപ്പെട്ട സർക്കാർ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ബജറ്റിന്റെ ആദ്യത്തെ ചുവടുവെപ്പ് സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സർ, മുൻ KPCC അധ്യക്ഷനും ധനകാര്യ മന്ത്രിയുമായിരുന്ന ഡോക്ടർ KG അടിയോടി എന്ന വലിയ മനുഷ്യൻ പേരാമ്പ്രയിൽ കൊണ്ടുവന്ന വികസനങ്ങളുടെ മുകളിൽ ഒരു കല്ലെടുത്തു വെക്കാൻ പോലും കഴിയാത്ത ഇരുണ്ട കാലമാണ് പേരാമ്പ്രയെ സംബന്ധിച്ചിടത്തോളം കടന്നുപോയിട്ടുള്ളത്. വിദ്യാഭ്യാസ മേഖല തകർന്നു കിടക്കുകയാണ്. അടിയോടി സാറിന്റെ കാലത്ത് കൊണ്ടുവന്ന ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമല്ലാതെ മറ്റൊന്നും ഞങ്ങളുടെ നാട്ടിലേക്ക് ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി, ഗവൺമെന്റ് സ്ഥാപനമായിട്ട് വന്നിട്ടില്ല. ടൂറിസം മേഖലയ്ക്ക് വലിയ സാധ്യതയുള്ള പ്രദേശമാണ് പേരാമ്പ്ര. മുൻ ടൂറിസം മന്ത്രി ഞങ്ങളുടെ ജില്ലക്കാരനായിട്ടും LDF കൺവീനറുടെ മണ്ഡലത്തിലെ ഈ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ അദ്ദേഹത്തിന് യാതൊരു നടപടിയും എടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള അക്ഷന്തവ്യമായ കുറ്റം പേരാമ്പ്രക്കാരുടെ മനസ്സിൽ നീറിപ്പുകയുന്നുണ്ട് സർ. ഈ ബഡ്ജറ്റിലെ മറ്റൊരു ശ്രദ്ധേയമായ പ്രഖ്യാപനം നമ്മുടെ സ്കൂളുകളെ വിദ്യാർത്ഥിനി സൗഹൃദമാക്കുമെന്നുള്ളതാണ്. ആർത്തവ അവധി നമ്മുടെ സമൂഹം ആഴത്തിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞു. പെൺകുട്ടികൾക്ക് ആർത്തവ സമയത്ത് വിശ്രമിക്കാൻ ഹോട്ട് ബാഗുകൾ, ഫുഡ് മസാജർ, ചുടുവെള്ളം ഉൾപ്പെടെയുള്ള ലഭ്യമാകുന്ന റീക്യൂപ്പറേഷൻ പോഡുകൾ തുടങ്ങാൻ സാധിച്ചാൽ അതൊരു വലിയ അനുഗ്രഹമാകും, ആശ്വാസമാകുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ബഡ്ജറ്റ് പ്രസംഗത്തിലെ പേജ് 34 പോയിന്റ് 56 പറയുന്ന ഡിജിറ്റൽ ധാർമ്മികത, സ്വകാര്യത സംരക്ഷണം, സൈബർ സുരക്ഷ, മാനുഷിക മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ട ഒരു കോഡ് ഓഫ് കണ്ടക്ട് രൂപീകരിക്കാനുള്ള ശ്രമം നടത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്ന ഓൺലൈൻ മീഡിയകളെ റെഗുലേറ്റ് ചെയ്യാനുള്ള നയം കൂടി സ്വീകരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. സർ, ദീർഘവീക്ഷണത്തോടെ യാതൊരു പുതിയ നികുതിയും സാധാരണക്കാരന്റെ മേൽ അടിച്ചേൽപ്പിക്കാത്ത ഒരു ബജറ്റാണ് ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി ഈ സഭയിൽ അവതരിപ്പിച്ചത്. കേരളത്തിന്റെ തീരദേശത്തെയും സമുദ്രത്തെയും ഉപയോഗപ്പെടുത്തി കൃത്യമായ ആസൂത്രണത്തോടെ മുന്നോട്ട് വയ്ക്കാൻ വിവിധ പദ്ധതികളിലൂടെ ഈ ബഡ്ജറ്റിന് സാധിച്ചിട്ടുണ്ട്. സർവ്വ മേഖലയിലും ഭരണമാറ്റത്തിന്റെ ഉണർവ് പ്രകടമാണ്. ഓപ്പറേഷൻ തൂഫാൻ അതിനൊരു ഉദാഹരണമാണ്. ഇതിനോടകം ആളുകൾ ചോദിക്കുകയാണ്, എവിടെയാണ് നമ്മളുടെ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മളുടെ ആഭ്യന്തരമന്ത്രി എവിടെയായിരുന്നു എന്ന്, അദ്ദേഹം എന്ത് ചെയ്യുകയായിരുന്നു എന്ന് സോഷ്യൽ മീഡിയയിലെ കഴിഞ്ഞ 10 വർഷത്തെക്കുറിച്ച് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സർ, വ്യവസായത്തിനാവശ്യമായ ഭൂമി ഒരുപാടുള്ള സ്ഥലമാണ് പേരാമ്പ്ര. കോഴിക്കോട് ജില്ലയിലെ ഒരു ഇൻഡസ്ട്രിയൽ കോറിഡോറായി കുറ്റ്യാടിക്കും ബാലശ്ശേരിക്കും ഇടയിലുള്ള സ്ഥലത്തെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. അതുവഴി ഒരുപാട് വ്യവസായശാലകളും തൊഴിലവസരങ്ങളും ആ മണ്ഡലത്തിന് ലഭിക്കും. ഇതിന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട നടപടി തീർത്തും ലളിതമാണ്. ഇപ്പോൾ കോഴിക്കോട് നിന്നും കുറ്റ്യാടിയിലേക്കുള്ള റോഡ് ഒരുപാട് വളവുകളും കയറ്റിറക്കങ്ങളും ആവശ്യത്തിന് വീതിയുമില്ലാത്തതുമാണ്. കുറ്റ്യാടിയെയും കോഴിക്കോടിനെയും ദേശീയപാതയെയും ബന്ധിപ്പിച്ച് ഒരു 4 വരി പാത വന്നാൽ ചരക്ക് നീക്കം സുഗമമാകും. അതുവഴി ആ മേഖലയിലെ
വ്യവസായങ്ങൾക്ക് പുത്തൻ ഉണർവേകാൻ സാധിക്കും. ഓരോ പേരാമ്പ്രക്കാരുടെയും സ്വപ്നമായിട്ടുള്ള പൂഴിത്തോട് പടിഞ്ഞാറത്തറ റോഡ് കൂടി യാഥാർത്ഥ്യമാക്കുന്നതോടെ പേരാമ്പ്ര മണ്ഡലത്തിന്റെ റോഡ് കണക്ടിവിറ്റി വയനാട് ജില്ലയിലേക്കും തുടർന്ന് കർണാടകയിലേക്കും വരുമ്പം ദേശീയ വ്യവസായ ഭൂപടത്തിൽ നമുക്ക് പേരാമ്പ്രയെ അടയാളപ്പെടുത്താൻ പറ്റും. സർ, നേരത്തെ മുൻ അംഗം, എനിക്ക് മുമ്പേ സംസാരിച്ച മുൻ അംഗം നിപ്പയെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. സർ, കഴിഞ്ഞ ദിവസം നിപ്പയെ സംബന്ധിച്ച് ഈ സഭയിൽ ചർച്ച നടക്കുകയും ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി അവയ്ക്ക് മറുപടി പറയുകയും ചെയ്തതാണല്ലോ. കേരളത്തിൽ ആദ്യമായി നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മണ്ഡലമാണ് പേരാമ്പ്ര. നിപ്പ വന്ന് മരണത്തിന് മുന്നിൽ കീഴടങ്ങിയ സഹോദരങ്ങളുള്ള ഒരു ചെറുപ്പക്കാരനുണ്ട് സർ ഞങ്ങളുടെ നാട്ടിൽ. കുടുംബത്തിന്റെ മുഴുവൻ ഭാരവും പേറി വിദേശത്തേക്ക് ജോലിക്ക് പോയ മുത്തലിബ് എന്ന ആ ചെറുപ്പക്കാരന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ അന്നത്തെ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. നമ്മുടെ നാട്ടിൽ ആദ്യമായി നിപ്പ വന്ന് ഒരു വീട്ടിലെ 2 പേർ മരണപ്പെട്ടിട്ടും അവർക്ക് വേണ്ടതൊന്നും ചെയ്യാൻ ഇപ്പോൾ നടന്നു വരുന്ന നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിച്ച LDFന്റെ ക്രൂരതയ്ക്ക്, എമ്പതിയില്ലായ്മയ്ക്ക് കേരളത്തിന്റെ പൊതു മനസാക്ഷി മാപ്പ് നൽകില്ല സർ. സർ, സുനാമി വന്ന് 140 ആളുകളുടെ ജീവൻ എടുത്തപ്പോൾ അതിന് നടുവിലേക്ക് ചെന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു കേരളത്തിന്. 2016 ഏപ്രിൽ 10 പുറ്റിങ്ങലിൽ വെടിക്കെട്ട് അപകടം ഉണ്ടായപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം മുഴുവൻ മാറ്റിവെച്ച് ഓടിയെത്തിയ ഒരു മനുഷ്യനുണ്ടായിരുന്നു. പുല്ലൂരാംപാറയിലും ചീയപ്പാറയിലും അവസാനിച്ചു മേഡം. ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ ആ നാട്ടിലെ മനുഷ്യരെ ചേർത്ത് നിർത്തിയ ഒരാളുണ്ടായിരുന്നു കേരളത്തിന്. എമ്പതിയെ പറ്റി പറയുമ്പോൾ ഞങ്ങളുടെ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് എങ്ങനെയാണ് സർ പറയാതിരിക്കുക? കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിന് കൈമോശം വന്ന രാഷ്ട്രീയ സംസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഭരണപരമായിട്ടുള്ള അനാഥത്വമായിരുന്നു. കവളപ്പാറ ദുരന്തമുഖം സന്ദർശിക്കാതെ ഒളിച്ചോടിയ, ഓഖി ദുരന്തബാധിത പ്രദേശത്ത് പോകാതിരിക്കുകയും പിന്നീട് പോയപ്പോൾ ജനങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്ത ഒരു മുഖ്യമന്ത്രിയാണ് കഴിഞ്ഞ 10 വർഷം കേരളത്തിന് ലഭിച്ചത്. മുഖ്യമന്ത്രി സന്ദർശിച്ചാൽ എന്ത്, സന്ദർശിച്ചിട്ടില്ലെങ്കിൽ എന്ത് എന്ന അവസ്ഥയായിരുന്നു ഈ നാടിന്. ഭരണപരമായിട്ടുള്ള ഈ അനാഥത്വത്തിന്റെ പരിഹാരമാണ് സർ UDFന് ലഭിച്ച ഈ മാൻഡേറ്റ്. ഈ തിരിച്ചടി വാങ്ങി 30 ദിവസം തികയുന്നതിന് മുമ്പ് ആരോഗ്യമന്ത്രി കോഴിക്കോട് സ്റ്റേഷൻ ചെയ്ത് പ്രവർത്തിച്ചിട്ടില്ല എന്ന ആരോപണം ഉന്നയിക്കണമെങ്കിലും ചില്ലറ രാഷ്ട്രീയ അന്ധതൊന്നും പോരാ മേഡം. അർത്ഥശങ്കയ്ക്കില്ലാത്തയിടത്തോളം ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. മഹാത്മാഗാന്ധിയുടെ പാദങ്ങൾ പതിഞ്ഞ മണ്ണാണ് എൻ്റെ പേരാമ്പ്രയുടേത്. മതേതര ഇന്ത്യയുടെ പ്രതീക്ഷയായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധി നേരിട്ട് വന്ന് നയിച്ചാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ വിജയിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ ഘാതകരുടെ പിൻതലമുറക്കാരുടെ മുന്നിലോ, മുൻപ് ബംഗാളിലും ഇപ്പോൾ കേരളത്തിലും അവർക്ക് വഴി തെളിയിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് മുമ്പിലോ നിലപാട് പണയം വെക്കാൻ ഒരിക്കലും ഞാൻ മുതിരില്ല എന്നുള്ള വാക്ക് എന്റെ പ്രിയപ്പെട്ട പേരാമ്പ്രക്കാർക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഈ ബജറ്റ് അനുകൂലിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കും.